എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 9th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്ലേ സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങി പഠിക്കുന്നതാണ് എന്ത്, അക്ഷരങ്ങളും സംഖ്യകളും അല്ലേ. നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ നമ്മൾ കുഞ്ഞിലേ തുടങ്ങി പഠിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ എണ്ണാനാണ് പഠിച്ചത് അല്ലേ. കയ്യിൽ 1 2 3 എന്നിങ്ങനെ എണ്ണും. അപ്പോൾ അങ്ങനെ ആ നമ്പേഴ്സിനെ എന്തെന്നാണ് പറഞ്ഞിരുന്നത്? എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് അത്? 1 2 3 4 അങ്ങനെ പോവും, അവസാനമില്ല, അത് അങ്ങനെ പോവും. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലായപ്പോൾ എന്ത് പഠിച്ചു? ഒരു സീറോയും പഠിച്ചു ഇത് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഈ സീറോൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെയും നമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ നമ്മളിവിടെ 0 1 2 3 4 ഓൾറെഡി പഠിച്ചതായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് നമ്പേഴ്സ് വന്നു. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന് എന്തെന്ന് പറയാണ്? ഇൻറ്റിജേഴ്സ് എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്സും സീറോയും കൂടി ഉൾപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ചു എങ്ങനെയാണ് എല്ലാ നമ്പറും ഇതേപോലെ പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് കഴിച്ചു. അപ്പോൾ അവർ ചോദിക്കുക എത്ര ആപ്പിൾ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, അല്ലെങ്കിൽ നെഗറ്റീവ് ഒരെണ്ണം, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയാണ്? പകുതി കഴിച്ചു. അതായത് ഒരു ആപ്പിളിനെ 2 ഭാഗമാക്കി അതിൽ 2 ഈക്വൽ പാർട്സ് ആക്കി അതിൽ ഒരു തുല്യ ഭാഗം കഴിച്ചു. അപ്പോൾ അവിടെ എന്ത് വന്നു? ഫ്രാക്ഷൻസ് വന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഫ്രാക്ഷൻസും അപ്പോൾ ഈ പറഞ്ഞ ഈ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും എല്ലാം ഫ്രാക്ഷൻസും എല്ലാം പെടുന്ന നമ്പറാണ് റാഷണൽ നമ്പേഴ്സ്. എന്തെന്നാ പറയണത് അതിനെ? റാഷണൽ നമ്പേഴ്സ്. അതായത് ഇങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, അതിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. ഈ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് എന്തായിട്ട് എഴുതാം? ഭിന്നസംഖ്യയായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഇപ്പോൾ 1നെ എങ്ങനെ എഴുതാം? 1/1 എന്ന് എഴുതാം. 2നെ എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. 2നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, 4/2. 4/2 എന്താണ്? 2 ആണ് അല്ലേ. 3നെ 3/1 എന്ന് എഴുതാം. 0നെ 0/1 എന്ന് എഴുതാം. -2നെ -2/1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ നാച്ചുറൽ നമ്പേഴ്സിനെയും ഫ്രാക്ഷനായിട്ട് എഴുതാം, ഇൻറ്റിജേഴ്സിനെയും ഫ്രാക്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും ഉള്ളൊരു ഒരു സെറ്റാണ് റാഷണൽ നമ്പേഴ്സ് എന്ന സെറ്റ്. മനസ്സിലായ? ഇവിടെ നമ്മളൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഓരോ സൈഡും 1 മീറ്റർ വീതാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഈ ഡയഗണൽ, അതായത് ഈ സമചതുരത്തിൻ്റെ വശങ്ങൾ എത്ര വീതമാണ്? 1 മീറ്റർ വീതമുള്ള വശങ്ങൾ. ഈ 1 മീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും? വികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ. അതിൻ്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ സമചതുരം ആയതുകൊണ്ട് നമുക്ക് അറിയാം 4 കോണുകൾ, 4 ആംഗിൾസ്, സ്ക്വയറിൻ്റെ 4 ആംഗിൾസ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഇതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്തായിട്ട് വരും ഈ ഒരു ഭാഗം? അതായത് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയണത് ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്താൽ അതൊരു ഒരു മട്ടത്രികോണമാണ് അല്ലേ. ഈ മട്ടത്രികോണത്തിൻ്റെ എന്തായിട്ട് വരും? ഈ ഒരു വശം കർണമായിട്ട് വരും അല്ലേ. അഥവാ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസാണ് ഈ വശം ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ സൈഡും അറിയാം, കാരണം സ്ക്വയറിൻ്റെ സൈഡുകളൊക്കെ എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ ഈ 1 മീറ്ററും 1 മീറ്ററും ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും? പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്തായിരിക്കും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ട്രയാങ്കിൾ, ഇവിടെ ട്രയാങ്കിളിന് ഇപ്പോൾ സ്ക്വയറിന് പേര് കൊടുത്തു ABCD. അങ്ങനെയാണെങ്കിൽ ഈ ABC ഈ ഒരു ഭാഗമാണ് റൈറ്റ് ട്രയാങ്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു തന്നെയാണ്? ഡയഗണൽ ഓഫ് ദ സ്ക്വയർ തന്നെയാണ്? AC തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ACയുടെ നീളം എത്രയായിരിക്കും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, ബേസ് എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡും 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 1 ഈക്വൽ ടു √2.
അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തത്, ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡൊക്കെ 1 മീറ്റർ വീതമാണ്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ആ സ്ക്വയറിൻ്റെ ഈ ഒരു ഭാഗം റൈറ്റ് ട്രയാങ്കിളാണ്. അങ്ങനെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്കതിൽ നിന്ന് എന്ത് കിട്ടി? ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണത്തിൻ്റെ നീളം കിട്ടി. എത്രയായിട്ടാണ് കിട്ടിയിരിക്കണേ? √2 ആണ് കിട്ടിയിരിക്കണേ. ഇനി എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് 2? ഏത് നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും വരെയുള്ള എല്ലാ നമ്പേഴ്സും എങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്? ഫ്രാക്ഷനായിട്ട് അഥവാ ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? നാച്ചുറൽ നമ്പർ ആണെങ്കിലും ഇൻഡിജേഴ്സ് ആണെങ്കിലും എല്ലാം എന്തായിട്ട് എഴുതാൻ പറ്റും? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫ്രാക്ഷൻ്റെ സ്ക്വയറാണ് 2 വരുന്നത്? അതാണല്ലോ സ്ക്വയർ റൂട്ട് എന്ന് പറയണത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറയണത് എന്തിൻ്റെ സ്ക്വയറാണ്? 4 × 4. 4 സ്ക്വയറാണ് എന്ത്? 16 എന്ന് പറയണത്. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്തായിട്ട് വരണത്? 4 എന്ന് വരുന്നത്. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ 4/1. അപ്പോൾ 4/1 × 4/1 ആണ് എന്ത്? 16. അതുപോലെ ഇനി ഏത് 2 ഫ്രാക്ഷൻസ് സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് 2 കിട്ടണത്? 2 കിട്ടണത് ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ്റെ സ്ക്വയറാണ് 2 എങ്കിൽ അത് ഏതാണ് ആ ഫ്രാക്ഷൻ? അങ്ങനെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 അന്വേഷിച്ചപ്പോൾ എന്ത് കിട്ടി? അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഇല്ല എന്ന് മനസ്സിലായി. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലാ നമ്പേഴ്സും എന്താണ്? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സായിരുന്നു. പക്ഷേ ഈ ഒരു സ്ക്വയർ വരച്ചപ്പോൾ ആ സ്ക്വയറിൻ്റെ ഡയഗണൽ, അതായത് സൈഡ് 1 ആയിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് എന്തായിട്ട് കിട്ടണില്ല? ഒരു ഫ്രാക്ഷനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പഠിച്ച നമ്പേഴ്സ് അല്ലാണ്ട് പുതിയ നമ്പേഴ്സും ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് ഈ ഒരു ചാപ്റ്ററിലെ ന്യൂ നമ്പേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ ഈ നമ്പറിന് പേരൊന്നും ചാപ്റ്ററിൽ കൊടുക്കുന്നില്ല, പക്ഷേ നമ്പറിൻ്റെ പേര് ഇതാണ്: ഇറാഷണൽ നമ്പേഴ്സ്. അതായത് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. അതായത് ഇങ്ങനെ പറയും: P/Q, Q ≠ 0. പിയും ക്യൂവും എന്താണ്? ഇൻറ്റിജേഴ്സ്. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്, ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ √2 മാത്രമാണോ ഇറാഷണൽ അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്? അല്ല, √3 ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ എന്തായിട്ട് കിട്ടില്ല? 3 ആയിട്ട് കിട്ടില്ല. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഇല്ല. അപ്പോൾ √3യും എന്ത് തന്നെയാണ്? ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പറാണ്. അതുപോലെ 5നെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയറായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് √5 എന്ന് പറയണതും സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് പറയണതും എന്താണ്? ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പറാണ്. ഞാൻ ഇറാഷണൽ എന്ന് ഇവിടെ പറയാത്തത്, ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ഇറാഷണൽ എന്നൊരു ആ ഒരു പേര് ഇതിൽ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ അത് പഠിക്കണമെന്ന് പറയണില്ല. എന്നാലും അറിഞ്ഞിരിക്കുക, ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് ഇങ്ങനെ പറയുക. അപ്പോൾ ഇത് √2, √3, √5, പിന്നെ √6, √7, √4 എന്താ ഇവിടെ എഴുതാത്ത? √4 എന്താണ്? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറാണ് അല്ലേ? √4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലേ? 2ൻ്റെ സ്ക്വയറാണ് 4. 4 = 2 × 2. അതായത് 2/1 × 2/1 ആണ് എന്ത്? 4. അപ്പോൾ √4 എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ന്യൂ നമ്പേഴ്സ്. ഇനി ഇതേപോലത്തെ വേറൊരു നമ്പർ നിങ്ങൾക്കറിയാം. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് πr² അല്ലേ? അപ്പോൾ ആ പൈ എന്ന് പറയണതും എന്താണ്? ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന നമ്പർ തന്നെയാണ്. ഈ പൈനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് പറയാൻ പറ്റാത്ത നമ്പറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എന്നൊരു ആൻസർ കിട്ടില്ല. ഇനി അടുത്തത്, ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ. ഒരു
യൂണിറ്റ് സൈഡ് വരുന്ന സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം എന്താണ് ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടു എന്താണ് അത് വരുന്നത്, √2 ആണ് വരുന്നത് അല്ലേ. ഡയഗണലിൻ്റെ ലെങ്ത് എന്താണ്, അടുത്തൊരു പോയിന്റ് നോക്കിയേ, ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 2 സ്ക്വയർ മീറ്റേഴ്സ് ഈസ് √2 മീറ്റേഴ്സ്. അതായത് √2 മീറ്റർ ആണ് സ്ക്വയറിൻ്റെ സൈഡ് എങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എന്താ, സൈഡ് ഇൻറ്റു സൈഡ്. അതായത് സൈഡ് എത്രയാണ്, √2. അപ്പോൾ √2 ഇൻറ്റു √2 ആണ് എന്ത്, 2 എന്ന് പറയണത്. അതായത് ഇപ്പോൾ നമുക്ക് √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. ഇതെങ്ങനെയാണ് കിട്ടിയത്, 2 സ്ക്വയർ ആണ് 4 അല്ലേ. അപ്പോൾ ഇവിടെ √2ൻ്റെ സ്ക്വയർ എന്താണ്, 2 ആണ്. കാരണം √2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ √2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, √2 തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ √2 തന്നെയാണ് എഴുതുക. അപ്പോൾ √2 ഇൻറ്റു √2 ആണ് എന്ത്, 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് √3 ഇൻറ്റു √3 എന്താ, 3 ആണ്. കാരണം 3യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 തന്നെയാണ്. ഇതിന് വേറൊരു നമ്പർ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഇല്ല. 1ൻ്റെ സ്ക്വയർ നമുക്കറിയാം എന്താ, 1. ഇനി 1.5ൻ്റെ സ്ക്വയർ എന്താ, 1.5 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 2.25. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ക്വയറാണ് 2. അങ്ങനെയാണെങ്കിൽ ഈ 2ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഇല്ല, അത് നമ്മളിങ്ങനെ തന്നെയാണ് എഴുതുക. അപ്പോൾ ഈ √2 എന്ന് പറയണത് നമുക്ക് മനസ്സിലായി ഒരു 1നും 1.5നും ഇടയിലായിട്ട് വരും അല്ലേ. കാരണം 1ൻ്റെ സ്ക്വയർ 1 കിട്ടുന്നുണ്ട്, 1.5ൻ്റെ സ്ക്വയർ 2.25, 2ൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1നും 1.5നും ഇടയിലായിട്ടാണ് എന്ത്, ഈ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ √2ൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ √2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നല്ല, ഒരു അപ്രോക്സിമേഷൻ ഷോർട്ട് ചെയ്തിട്ട് പറയാം, 1.41421 എറ്റ്സിട്ര. ഇതൊരിക്കലും അവസാനിക്കില്ല, ഈ ഡെസിമൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് മുഴുവനും നമുക്ക് ഇത് അവസാനിക്കാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 3-4 ഡെസിമൽ നമ്പേഴ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് 1.41 ഉപയോഗിക്കും, അല്ലെങ്കിൽ 1.414 വരെ ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം ഇത് കറക്റ്റ് ഈക്വൽ ടു അല്ല, ഇതൊരു അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എന്താണ്, 1.41. ഇപ്പോൾ നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ആണ് √2നും അധികം ഉപയോഗിക്കുക. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസ് ഇപ്പോൾ √2 മീറ്റർ ആണെന്ന് വിചാരിക്കുക, ഈ ഓൾട്ടിറ്റ്യൂഡ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എത്രയായിരിക്കും, ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ √2 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ എന്താ, √2 ഇൻറ്റു √2 2 പ്ലസ് 1 സ്ക്വയർ 1 ഈക്വൽ ടു എന്ത് കിട്ടി, √3 കിട്ടി അല്ല. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്തായിട്ട് വരും, √3 ആയിട്ട് വരും. അപ്പോൾ √2 1.414 ആണ്. അപ്പോൾ √3യുടെ വാല്യൂ 1.73205 എറ്റ്സിട്ര. അപ്പോൾ ഇതിൽ നമ്മൾ 1.73 എന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ 2 വാല്യൂസും പഠിച്ചു വയ്ക്കുക, √2വും √3യുടെയും വാല്യൂസ്. അടുത്ത പോയിൻ്റ് എന്താ, √x ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ എക്സ് ഫോർ എനി പോസിറ്റീവ് നമ്പർ എക്സ്. അതായത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും, √x ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 4 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ സൈഡ് നമുക്കറിയാം എന്താണ്, 2 ആയിരിക്കും. കാരണം 2 ഇൻറ്റു 2 ആണ് 4 ഏരിയ കിട്ടണത്. അപ്പോൾ അതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എക്സ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് √x ആയിരിക്കും.